എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എക്സ്പ്ലോറിയലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യൻ ഗ്യാസ് കണക്ഷനാണ് മസ്റ്ററിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് വേണ്ട സാധനങ്ങളിലേക്ക് നമുക്ക് ഫസ്റ്റ് കിടക്കാം. ഒന്ന്, നമ്മൾ ഗ്യാസ് കണക്ഷന് വേണ്ടി കൊടുത്ത മൊബൈൽ നമ്പർ ഇട്ടിരിക്കുന്ന ഒരു ഫോൺ. അതുകൂടാതെ നമ്മുടെ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോൺ, ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണം. ഇപ്പം ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ 5.0ക്ക് എബോവിൽ വരുന്ന ആൻഡ്രോയിഡ് വെർഷൻ OSൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. നിങ്ങൾ പേടിക്കണ്ട. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ടുള്ള എല്ലാ ഫോണുകളിലും ഇത് വർക്ക് ചെയ്യും. അതിന് മുമ്പ് എടുത്ത ഫോണിലൊക്കെ ആണെങ്കിൽ പ്രയാസം വരുള്ളൂ. അങ്ങനെയുള്ള ഫോൺ ആരും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇന്ത്യൻ ഓയിലിന്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീനിലേക്ക് പോവാം. ഞാൻ എൻ്റെ ഫേസ് കാണിക്കുന്നതിലുപരി ഞാൻ നിങ്ങൾക്ക് മൊബൈൽ സ്ക്രീനിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ഫോണിൽ ഐഫോണിൻ്റെ ആപ്പ് സ്റ്റോർ ആണ് കാണുന്നത്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ഇത് എടുക്കാവുന്നതാണ്. സെർച്ച് ബാറിൽ കയറിയിട്ട് ഇന്ത്യൻ എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യൻ ഓയിൽ 1 എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം. അത് ഡൗൺലോഡ് ചെയ്യാം. അത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ ചെയ്യുക. വേണ്ട പെർമിഷൻസ് എല്ലാം കൊടുക്കുക. നമ്മൾ ഇവിടെ മെനു എടുത്തതിന് ശേഷം ലോഗിൻ ഓർ സൈൻ അപ്പ് എന്ന ബട്ടൺ കാണാം. ഇവിടെ നമുക്ക് ഇന്ത്യൻ ഓയിലിൽ ഒരു അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനിവിടെ ഡു യു ഹാവ് ആൻ അക്കൗണ്ട് രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. വേണ്ട എല്ലാ ഡാറ്റയും കൊടുത്ത ശേഷം രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഈ നമ്പറിലേക്ക് ഒരു OTP വരും. എൻ്റെ OTP 4745 ആണ്. ഞാൻ ഒരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാണ്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, നമ്പർ വേണം, ഒരു ക്യാരക്ടർ വേണം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ PASS P ക്യാപിറ്റൽ ലെറ്ററിൽ @2024. അങ്ങനെ മിനിമം 8 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പ്രോസസ്സിംഗ് ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഒന്നുകൂടെ കൊടുക്കുക. ലോഗിൻ സ്ക്രീനിൽ പാസ്വേഡ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഇന്ത്യൻ ഓയിൽ ലോഗിൻ ആയിട്ടുണ്ട്. ഇവിടെ മെനു എടുത്തിട്ട് മൈ പ്രൊഫൈലിൽ കയറിയിട്ട് ലിങ്ക് യുവർ എക്സിസ്റ്റിംഗ് LPG ID എന്ന് കാണിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ലിങ്ക് മൈ LPG ID എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ മെനു എടുത്തിട്ട് മൈ പ്രൊഫൈലിൽ ലിങ്ക് നൗ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. 16 ഡിജിറ്റ് LPG ID നമുക്കിവിടെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ആ LPG ID അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് മൈ LPG ID എന്ന് സെർച്ച് ചെയ്യാം. ഫൈൻഡ് യുവർ LPG ID എന്ന് പറഞ്ഞ് കാണിക്കും. ഇന്ത്യൻ ഓയിലിൻ്റെയാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്വിക്ക് സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ മൊബൈൽ നമ്പർ മാത്രം കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ കൊടുക്കുക. എന്നിട്ട് ഐ ആം നോട്ട് എ റോബോട്ട് എന്നടിച്ചിട്ട് പ്രൊസീഡ് കൊടുക്കുക. വീണ്ടും നമുക്കൊരു OTP ലഭിക്കും. അത് 1245 എന്നാണ്. വെരിഫൈ അടിക്കുക. കണ്ടോ, ഇവിടെ LPG ID വന്നിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഓൾറെഡി അവിടെ 3 എന്ന് കിടക്കുന്നുണ്ട്. ആ 3ക്ക് ശേഷമുള്ള നമ്പർ മാത്രം നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതെല്ലാം കറക്റ്റ്, അതായത് മാസ്റ്റർ ഇന്ത്യൻ എവിടെയാണ് നമ്പർ, മൊബൈൽ നമ്പർ, കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. യെസ് കൊടുക്കുക. ഒരു OTP വന്നിട്ടുണ്ടാവും. നമ്മൾ ആ OTP അടിക്കുക. 8289 ഡൺ. ഇപ്പോൾ യുവർ റിക്വസ്റ്റ് ടു ലിങ്ക് യുവർ LPG ID ഹാസ് ബീൻ സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ലോഗിൻ അടിക്കുക. വീണ്ടും നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ലോഗിൻ ചെയ്യുക. ഇനി നമുക്ക് ഒന്നുകൂടെ നമ്മുടെ മൈ പ്രൊഫൈലിലേക്ക് പോവാം. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മുടെ ആധാർ കണക്ഷൻ ലിങ്ക് ചെയ്തതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.